ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണം നേരിട്ട യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ബസ്സിലെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. നിഖിൽ പ്രമേശാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിലെ, എന്തായിരുന്നു സംഭവിച്ചത്? ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ദൃശ്യങ്ങൾ ശരിക്കും ആ ഒരു സംഭവത്തിൽ നടന്നതെന്താണ്? കൃഷ്ണ, ഇന്ന് പുലർച്ചെയാണ് ദീപകിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ അദ്ദേഹം വലിയ മനോവിഷമത്തിലേക്ക് പോയിരുന്നു എന്നാണ് സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെ ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് സംസാരിക്കാം. എന്താണ് അദ്ദേഹം നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു കാര്യം? എന്ത് തരത്തിലുള്ള ആശങ്കയാണ് പങ്കുവച്ചിരുന്നത് ദീപക്? ദീപക് അങ്ങനെ വിഷമമുള്ളതായിട്ട് കണ്ടിട്ടില്ല. അവനിങ്ങനെ ഇതിങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കിണ്ട എന്താണ് ചെയ്യാന്ന് ചോദിച്ചു. സ്വാഭാവികമല്ലേ, ഇത് ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടാകുമ്പോൾ ഞാൻ പറയൽ എന്താണെന്ന് വെച്ചാൽ, നീ ടെൻഷൻ അടിക്കണം. ഞങ്ങളുടെ ഭാഗത്ത് അതായത് ഞാനിത് കാര്യമായിട്ട് അറിഞ്ഞിട്ടുള്ളൂ. പിന്നെ മറ്റുള്ള രണ്ട് സുഹൃത്തുക്കളാണ് ഞാൻ ഈ വിഷയം ഷെയർ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് അത്ര ചെറിയ ഇഷ്യൂ ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവാം, ഇനി എന്താ സംഭവിച്ചെന്നറിയില്ല. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞായറാഴ്ച ഞങ്ങൾക്ക് കാണാം, രാവിലെ കാണാം, നാളെ ഞായറാഴ്ച എന്തായാലും ഞാൻ വരും. ഞാൻ കൊണ്ടോടിയാണ് താമസിക്കണേ. ഞാൻ രാവിലെ അങ്ങോട്ട് വരും, വന്നിട്ട് നമുക്ക് സംസാരിക്കാന്നൊക്കെ പറഞ്ഞു വെച്ചതാണ്. ദീപക് വിഷമം ഷെയർ ചെയ്തിരിക്കണം. പക്ഷെ അവൻ ഇങ്ങനത്തെ ഒരു അത്ര അവൻ്റെ ടോണ് മാറിയിട്ടൊന്നുമില്ല. അവൻ നല്ല രീതിയിലാണ് സംസാരിച്ചു. അവന് വിഷമമുണ്ട്, സ്വാഭാവികമാണ്. ഇപ്പം ഇന്നെ പറ്റിയിട്ട് ഒരു അപവാദ ന്യൂസോ എന്തെങ്കിലും കണ്ടാൽ നമുക്ക് വിഷമിക്കൂ. പക്ഷെ നെഞ്ഞ് തകരണ തരത്തിലുള്ള സംസാരം ഒന്നും അവൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അവൻ ആ കാമായിട്ടാണ് എന്നോട് സംസാരിച്ചത്, നല്ല രീതിയിൽ സംസാരിച്ചത്. എന്നാൽ ശരി, ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചത്. അവൻ അങ്ങനെ എന്തെങ്കിലും ടോണിൽ ചെറിയൊരു വേരിയേഷൻ ഞാൻ അറിയൂ. കാരണം അത്രയും വർഷത്തെ ഞാനും ഓനും തമ്മിലുള്ള ബന്ധമാണ്. ഇന്നലെയാണോ? ഇന്നലെ രാത്രി 9:00 സംസാരിച്ചാണ്. ഞാൻ ആ സമയത്ത് ഇവിടെ പുളിക്കലാണ്. ഞാൻ ഭക്ഷണം കഴിക്കാനും കഴിക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കണം. അപ്പോൾ വിളിക്കാന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തത്. എന്തിനാ തിരിച്ച് വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ പറയണം ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു ഒരു വീഡിയോ വന്നാൽ ഫസ്റ്റ് എനിക്കൊരു മെസ്സേജ് ആയിട്ട് ഒരു വീഡിയോ വന്നിട്ട് ഞാൻ പറഞ്ഞിങ്ങനെ, ആ പെൺകുട്ടി പുതിയൊരു വീഡിയോ ഇട്ടിക്കണ്. നിലവിലുള്ള വീഡിയോ കൂടാതെ അവളൊരു പുതിയ വീഡിയോ ഇട്ടിക്കണ്. ആ വീഡിയോ ഇട്ടിട്ട് അവൾ തന്നെ സ്വയം പറയുകയാണ്, ഞാൻ നിരപരാധിയാണ്, ഇതിങ്ങനെ ഞരമ്പ് രോഗികൾക്ക് ഇങ്ങനെ അസോസിയേഷൻ ഉണ്ടോ അങ്ങനെയൊക്കെ ആയിട്ട് അവരിങ്ങനെ സ്വയം പുകയറ്റി പറയാണ്. ഇത് നിർത്തലാക്കണോ, ഇത് ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അവരൊരു വീഡിയോ ഇതാണ്. അപ്പോൾ അതിങ്ങനെ എൻ്റെ കയ്യിൽ വന്നാൽ ഞാനത് നോക്കിയിട്ട് വരില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ ഫസ്റ്റ് കുറച്ച് നോക്കിയാൽ തന്നെ അത് നോക്കിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പം ഇങ്ങനെ ഒന്നുകൂടി വന്നിക്കണ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ കണ്ടാണ് ഇങ്ങനെ ആ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യണത്. അപ്പോൾ ഓൻ പറഞ്ഞു, ആ വീഡിയോ ഒന്നും കൂടെ അയക്കുന്നത്. ഞാൻ പറഞ്ഞു, വീഡിയോ ഞാൻ അയക്കണില്ല, നമുക്ക് രാവിലെ സംസാരിക്കാമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞ, എല്ലാടാ ഈ അയക്കടാ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണാനുള്ളൂ, എനിക്ക് അതൊന്നുമില്ലെന്ന്. അപ്പോൾ അങ്ങനെ പൊതുവേ നമ്മൾ സംസാരിക്കണ രീതി തന്നെ ഉള്ളൂ, വേരിയേഷൻ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഓക്കെ എന്നാണ് ഞാൻ അയച്ചു കൊടുത്തത്. ആ വീഡിയോ ഇട്ടുകൊടുത്ത് പിന്നെ അതിൻ്റെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. പിന്നെ എനിക്കെന്ന് വെച്ചാൽ, ഞാൻ വീട്ടിലേക്ക് പോണ വഴിക്കാണ്, ഞാൻ എൻ്റെ ഉമ്മനോട് സംസാരിക്കാനുണ്ട്. ഞാൻ എൻ്റെ ഉമ്മനോട് സംസാരിക്കും, എൻ്റെ സുഹൃത്തായിട്ട് സംസാരിച്ചിട്ടൊക്കെ പോവാണ്. അപ്പോൾ അതിനുശേഷം ഞാനത് വിട്ട് പിന്നെ വീട്ടിലെത്തിയ സ്വാഭാവികമായിട്ടും വിളിക്കുകയാണെങ്കിൽ മാത്രം. ദീപക് മുദ്ര ഇമ്പാക്സ് എന്ന് പറഞ്ഞൊരു ഗാർമെൻസിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ കൃഷ്ണ, ദീപകിന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷം കൊണ്ടുവരികയാണ്. അദ്ദേഹം കടുത്ത മാനസിക വിഷമത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ സുഹൃത്ത്, ഏറ്റവും അടുത്ത സുഹൃത്തുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ വലിയ മനോവിഷമത്തിലായിരുന്നു. ഈ വീഡിയോ, പെൺകുട്ടി ആദ്യം ഈ വീഡിയോ, ബസ്സിൽ വെച്ചുള്ള വീഡിയോ പുറത്തുവിടുന്നു. അതിന് പിന്നാലെ മറ്റൊരു വീഡിയോ കൂടി ചെയ്ത് പുറത്തുവിടുന്നു. ഇതിൽ വലിയ മനോവിഷമം ദീപകിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് പുലർച്ചെ അദ്ദേഹം വീട്ടിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ഒരുപാടധികം ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. അവർക്കെല്ലാം പറയുന്നത്, ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആരോടെങ്കിലും മോശമായി പെരുമാറുകയോ അങ്ങനെയൊന്നുമുള്ള ഒരാളല്ല, ഞങ്ങൾക്ക് വളരെ നന്നായി അറിയാവുന്ന ചെറുപ്പക്കാരനാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇനി ആ വീഡിയോയിൽ തന്നെ അത് വ്യക്തവുമല്ല, അത് നമുക്കത് കൃത്യമായി കണ്ടുകൊണ്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് വീട്ടിൽ ഈ ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എന്തായാലും ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴാണ് ഇത് അറിയുന്നത്? ഇവിടെ അടുത്തുള്ള ആളാണോ? ഞാൻ വാർഡ് കൗൺസിലറാണ്. എപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്? ഞങ്ങൾ ഒരു 10 മണിക്കാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാനിവിടെ വന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആ സമയത്ത് ബോഡിയൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു. പിന്നെ ഒരു 10-11 മണിക്ക് ശേഷം അവർ ബോഡി കൊണ്ടുപോയി. പിന്നെ ഞാനിപ്പോഴാണ് വരുന്നത്. പിന്നെ ഞങ്ങളെ യുവമോർച്ചൻ്റെ ആൾക്കാരൊക്കെ അവിടെ പ്രതിഷേധത്തിന് ഒരുങ്ങി നിൽക്കുകയായിരുന്നു. ഞങ്ങൾ പാർട്ടി തീരുമാനിച്ചതാണ്. അപ്പോൾ ആ കുട്ടീനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നൊക്കെ. ആ പെൺകുട്ടീനെ ഇങ്ങനെ ഒരു ചെയ്യാൻ പാടില്ലല്ലോ ഒരിക്കലും. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാരൊക്കെ ഉള്ളത്?
അവരമ്മ അച്ഛൻ പിന്നെ ബന്ധുക്കളൊക്കെ ഉണ്ട് അവിടെ. അമ്മ അവരാണ് രാവിലെ കണ്ടത്. നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ ദീപകിന്റെ മൃതദേഹം വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.